25 വർഷത്തോളം ഉപേക്ഷിക്കപ്പെട്ട ഗ്രനേഡാണ് കംബോഡിയയിൽ പൊട്ടിത്തെറിച്ചത്. 2 കുട്ടികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. സിയെ റീപ്രവിശ്യയിലെ സ്വേയിലു ജില്ലയുടെ പ്രാന്തപ്രദേശത്താണ് സംഭവം. വർഷങ്ങൾ പഴക്കമുള്ള ഗ്രനേഡാണ് പൊട്ടിത്തെറിച്ചത്. 1980 മുതൽ 90 കാലഘട്ടത്തിൽ കംബോഡിയയുടെ സൈന്യവും ഗറില്ല പോരാളികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ മേഖലയാണിത്. മരിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ സമീപത്തെ വയലിൽ ജോലി ചെയ്യുന്ന സമയത്ത് മരത്തണലിൽ കളിക്കുകയായിരുന്നു കുട്ടികൾ. ഇതിനിടയിൽ മണ്ണിനടിയിലുണ്ടായിരുന്ന ഗ്രനേഡ് പൊട്ടിത്തെറിച്ചാണ് ദാരുണ സംഭവം. നേരത്തെ ഈ മേഖല യുദ്ധം നടന്ന സ്ഥലമാണെന്ന് മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ലെന്നാണ് വിവരം. ഇവരുടെ വീടുകളുടെ അടിയിലായി മൈനുകൾ കാണാനും സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. 2 ദശാബ്ദത്തോളം നീണ്ട ആഭ്യന്തര യുദ്ധമായിരുന്നു നടന്നത്. 4 മുതൽ 6 ദശലക്ഷം വരെ സ്ഫോടക വസ്തുക്കളാണ് മേഖലയിൽ പൊട്ടാതെ ഉപേക്ഷിക്കപ്പെട്ടതെന്നാണ് വിവരം. കഴിഞ്ഞ വർഷങ്ങളായി ഏകദേശം 20,000 ആളുകൾ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടു. 45,000-ലേറെ പേർക്ക് പരിക്കേറ്റതായാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 49 പേരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. ഉപേക്ഷിക്കപ്പെട്ട മൈനുകൾ കണ്ടെത്തി നിർവീര്യമാക്കുന്നതിൽ ഏറ്റവും വൈദഗ്ധ്യമുള്ളവരാണ് കംബോഡിയയിലെ വിദഗ്ധർ. UN ദൗത്യങ്ങളിലടക്കം കംബോഡിയയിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.